അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. നമ്മൾ കിതാബ് വായിച്ചു തുടങ്ങുകയാണ്. എന്താണ് കിതാബിന്റെ പേര് മോനെ? വായിക്കുന്ന കിതാബിന്റെ പേര് എന്താണ്? മനാറുസ്സബീൽ. മനാറുസ്സബീൽ ഷർഹാണോ മത്തനാണോ? ഷർഹോ? ഏത് മത്തന്റെ ഷർഹ? ദലീലു താലിബ്. ദലീലു താലിബ്. ദലീലു താലിബ് ഏത് മദ്ഹബിലെ മത്തന? ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി? ഏത് മദ്ഹബിലെ മത്തന? ഹംബലി മദ്ഹബ്. ഹംബലി മദ്ഹബിലെ വേറെ ഏതെങ്കിലും മത്തലുകൾ അറിയോ? ഏതെങ്കിലും ഒരെണ്ണം ഇതല്ലാതെ, ദലീലു താലിബ് അല്ലാതെ? മത്തനോ ഷർഹോ? അറിയോ? ശരി, തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. കിതാബ് തുടങ്ങുന്ന അങ്ങനെ ആദ്യം ബിസ്മി കൊണ്ട് തുടങ്ങി. വബിഹി നസ്തഈൻ, അവനെ കൊണ്ടാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പറഞ്ഞിട്ട് ഹംദു സ്വലാത്തും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് എല്ലാ ഹംദും. അല്ലദീ ശറഹ സുദറ മൻ ശാഅ മിൻ ഇബാദിഹി ലിൽ ഫിഖ്ഹി ഫിദ്ദീൻ. എങ്ങനെയുള്ളവനാണ് അവൻ? അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയം അവൻ ദീനിൽ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനു വേണ്ടി വിശാലമാക്കി. ദീനിൽ അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അത് റബ്ബ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാണ്. വവഫഖ ലിത്തിബാഇ ആഥാരി സലഫി സ്വാലിഹീൻ. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു? റബ്ബ് സുബ്ഹാനഹു വ തആല സച്ചരിതരായ മുൻഗാമികളുടെ ആധാറുകൾ അത് പിൻപറ്റാൻ റബ്ബ് അവർക്ക് എളുപ്പം നൽകി. ഇതൊക്കെ റബ്ബിന്റെ അനുഗ്രഹങ്ങളാണ്. നമുക്ക് ദീൻ പഠിക്കാനും സലഫുകളുടെ ആധാറുകൾ പിൻപറ്റാനും നമുക്ക് പറ്റുന്നത് റബ്ബിന്റെ ഔദാര്യം കൊണ്ടാണ്, റബ്ബിന്റെ ഒരു വലിയ നിഅമത്താണ്. പിന്നെ പറയുന്നത് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വലാ നിദ്ദ വലാ മുഈൻ. എപ്പോഴും പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. വഅശ്ഹദു അന്ന സയ്യിദനാ വനബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്സാദിഖുൽ അമീൻ വഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ. നമ്മുടെ നേതാവായ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദും റസൂലുമാണ്, സ്വാദിഖുൽ അമീനാണ്, നബിമാരുടെയും റസൂലുമാരുടെയും ഏറ്റവും അവസാനത്തെ ആളാണ് എന്ന് സാധാരണ നമ്മൾ പറയുന്ന ഷഹാദത്ത് കലിമ. സല്ലല്ലാഹു വസല്ലമ അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അമ്മാ ബഅദിന് മുമ്പുള്ളതൊക്കെ ഹംദും സലാത്തുമാണ്. അത് അങ്ങനെ തുടങ്ങുക എന്നുള്ളത് ഏതൊരു ഗ്രന്ഥത്തിന്റെയും അല്ലെങ്കിൽ സംസാരത്തിന്റെയും മര്യാദയിൽപ്പെട്ടതാണ്, അദബിൽപ്പെട്ടതാണ്. എന്ത് വിഷയം പറയുന്നതിന് മുമ്പ് ആദ്യം ഹംദും സലാത്തും പറയുക. അപ്പൊ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എന്തു പറയും? ഹംദു സലാത്തും കഴിഞ്ഞാൽ അമ്മാ ബഅദ് അല്ലെങ്കിൽ വബഅദ് എന്ന് പറയും. എന്താ പറയാ? അമ്മാ ബഅദ് അല്ലെങ്കിൽ വബഅദ്. അപ്പൊ അമ്മാ ബഅദ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നർത്ഥം. അമ്മാ ബഅദ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഫഹാദാ ശർഹുൻ അലാ കിതാബി ദലീൽ താലിബ് ലിനൈലിൽ മതാലിബ്. ഇത് ഷർഹാണ്, വിശദീകരണമാണ്. ഏതാണ്? പേരെന്താ? മനാറുസ്സബീൽ. ഇത് ഷർഹാണ്. എന്തിന് ഷർഹാണ്? അലാ കിതാബി ദലീൽ താലിബ് ലിനൈലിൽ മതാലിബ്. ദലീലു താലിബ് ലിനൈലിൽ മതാലിബ് എന്ന് പേരുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഷർഹാണ് ഈ ഗ്രന്ഥം, മനാറുസ്സബീൽ എന്ന ഗ്രന്ഥം. അല്ലദീ അല്ലഫഹു, അത് തയ്യാറാക്കിയതാര, രചിച്ചതാര, എഴുതിയതാര? അശ്ശൈഖു മർഈ ഇബ്നു യൂസുഫ് അൽ മഖ്ദിസി അൽ ഹംബലി.
മഖദിസിൽ ജീവിച്ച് മരണപ്പെട്ട ഹംബലി പണ്ഡിതനായ മറഈ ഇബ്നു യൂസുഫ് എന്ന വ്യക്തിയാണ് ദലീലു ത്വാലിബ് എന്ന ഗ്രന്ഥം എഴുതിയത്. തഗമ്മദഹുല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് ഇദ്ദേഹത്തെ പൊതിയട്ടെ. വഅബാഹഹു ബഹ്ബൂഹത ജന്നതി, അള്ളാഹു അവന്റെ സ്വർഗത്തിൽ വലിയ സ്ഥാനം അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത് അതിൻ്റെ ഒരു പഠനത്തിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. നമുക്ക് വേണ്ടി ഇത്രയും ഖിദ്മത്തുകൾ ഈ പണ്ഡിതന്മാർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഇൽമ് ഇത്ര എളുപ്പമായി കിട്ടിയത്. അപ്പൊ ആ കഷ്ടപ്പാടുകൾ സഹിച്ച ആ ഉലമാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ ചെയ്ത ഖിദ്മത്തുകൾക്ക് നമ്മൾ നന്ദി പറയുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ അവരോടുള്ള ബാധ്യതകളിൽ പെട്ടതാണ്. ഇത് മനാറു സബീൽ എഴുതിയ പണ്ഡിതന്റെ പേരെന്താ? ഇബ്നു ളുവയ്യാൻ. ഇബ്നു ളുവയ്യാൻ ആരുടെ ഷെയ്ഖാണ്? ഇബ്നു സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഷെയ്ഖായിരുന്നു. എന്നിട്ട് പറയണ ദക്കർതു ഫീഹി, ഞാൻ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ഷറഹിൽ ഇബ്നു ളുവയ്യാൻ റഹിമഹുല്ലാ പറയാണ്, ഞാൻ ഈ ഷറഹിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ദലീലു ത്വാലിബ് എന്നുള്ള മത്തനിൽ എന്താണുള്ളത്? അതൊരു മത്തൻ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മദ്ഹബിന്റെ അടിസ്ഥാനത്തിലുള്ള മത്തനുകൾ എന്ന് പറയുമ്പോൾ അതിൽ മിക്കതിലും തെളിവുകൾ ഉണ്ടാവില്ല, എവിടെയും തെളിവുകൾ ഉണ്ടാവില്ല. ഈ ആയത്ത് കൊണ്ടാണ് ഇത് വാജിബാകുന്നത്, ഈ ഹദീസ് കൊണ്ടാണ് ഇത് ഹറാം, അവിടെ ദലീലുകൾ അവിടെ ഉണ്ടാവില്ല. തുടക്കക്കാർക്ക് പ്രത്യേകിച്ചു ദലീലുകൾ കുറവായിരിക്കും. അതിൽ മസ്അലകൾ ഇങ്ങനെ ക്രമത്തിൽ, നിസ്കാരത്തിന് ശുറൂത്തുകൾ ഇത്ര, ഒന്നാമത്തേത് രണ്ടാമത്തേത്, അങ്ങനെ ഒരു ക്രമത്തിൽ വളരെ ഭംഗിയായി ചിട്ടയായി എന്ത് ചെയ്തിട്ടുണ്ടാവും, മസ്അലകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷെ ദലീലുകൾ കുറവായിരിക്കും. അതെന്താ? അവർക്ക് ദലീലുകൾ അറിയാനിട്ടാണോ? ആയിരിക്കും? അല്ല, മറിച്ച് ദലീലുകൾ തുടക്കത്തിൽ തന്നെ കൊടുക്കാത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? തീരെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത, മസ്അലകളൊന്നും അറിയാത്ത ഒരാൾക്ക് മസ്അലന്റെ ഒപ്പം പിന്നെ ദലീലും കൂടെ പറയുമ്പോൾ രണ്ടും കൂടെ അവൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് അവനൊരു പ്രയാസം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം മസ്അലകൾ മാത്രം പഠിപ്പിക്കും. പിന്നെ അത് പഠിച്ചെന്ന് കുറച്ചൊക്കെ പറയാൻ, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ഒന്ന് പഠിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മസ്അലയുടെ ഒപ്പം എന്ത് ചെയ്യും, ദലീലും പഠിപ്പിക്കും. ചില ഘട്ടം ഘട്ടമായി പഠിപ്പിക്കുന്നതിന്റെ കാരണത്താലാണ് എന്ത് ചെയ്യും, പല മത്തനുകളിലും ദലീല് കാണാൻ കഴിയില്ല. ഇപ്പോ ഹംബലി ഫിഖ്ഹിൽ ഇന്നത്തെ കാലത്ത് ഉലമാക്കൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണ് സാദുൽ മുസ്തഖനി. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അശ്ശറഹുൽ മുംതി എന്ന ഗ്രന്ഥം ഫിഖ്ഹിൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് പലപ്പോഴും അത് അവലംബിക്കേണ്ടതായി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥം. ആ ഷറഹുൽ മുംതി ഈ സാദുൽ മുസ്തഖനിന്റെ വിശദീകരണം. ഈ ഷറഹുൽ മുംതി അല്ല, ഈ സാദുൽ മുസ്തഖനിൽ എന്തില്ല, ദലീലുകളില്ല, മസ്അലകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഷെയ്ഖ് പറയുന്നത് ദക്കർതു ഫീഹി മാ ഹദറനി മിനദ് ദലീലി വത്തഅലീൽ, ഞാൻ ഈ ഷറഹിൽ ഒന്നാമത് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, ദലീലു ത്വാലിബിലെ ഓരോ മസ്അലകളിലും ഞാൻ പഠിച്ചിട്ടുള്ള എന്റെ അറിവിന്റെ പരിധിയിൽപ്പെടുന്ന ദലീലുകൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഷറഹിൽ മനാറു സബീലിൽ കൊടുക്കും. അപ്പൊ ദലീലു ത്വാലിബിന്റെ അതിൽ ആ ഒരു മസ്അല, അതിൽ പരാമർശിക്കുന്ന മസ്അലകളുടെ തെളിവുകളൊക്കെ ഏതിൽ കാണാം, നമുക്ക് ഈ കിതാബിൽ കാണാൻ കഴിയും, മനാറു സബീൽ എന്നുള്ള ഷറഹിൽ കാണാൻ കഴിയും. ലിയകൂന വാഫിയൻ ബിൽ ഗറളി മിൻ ഗൈരി തത്വീൽ, ഇത് അങ്ങനെ ദലീലുകൾ കൊടുക്കുന്നത് ഈ പഠിക്കുന്ന ആൾക്ക് ആ പഠനം ഏറ്റവും കൃത്യമായിരിക്കണം. എന്നുവെച്ചാൽ ഇൽമെന്ന് പറഞ്ഞാൽ എന്താ, മാരിഫത്തുൽ ഹഖ് ബി ദലീലിഹി, ഹക്ക് അറിയലും അതിന്റെ ഒപ്പം എന്ത് വേണം, അതിന്റെ തെളിവുകളോടൊപ്പം അറിയലാണ്. അപ്പൊ ആ ഒരു ഉദ്ദേശം എന്താകും, പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. പക്ഷെ മിൻ ഗൈരി തത്വീൽ ഉണ്ടാവില്ല, ഒരുപാട് ദീർഘമായി ഒരു മസ്അലക്കിന് കുറെ തെളിവുണ്ടാവും, ഒരൊറ്റൊരു മസ്അലക്കിന് ഒരുപാട് തെളിവുകളുണ്ടാവും. അതെല്ലാം കൊടുത്ത് വലിയ വിശദീകരിച്ച് അങ്ങനെയൊന്നുമില്ല. മിൻ ഗൈരി തത്വീലില്ല, നീട്ടിവലിക്കലില്ല, അതേ ചുരുക്കത്തില ഒരു മസാലയ്ക്ക് ഒരു തെളിവൊക്കെ വെച്ച് അങ്ങനെ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഇവിടെ പറയുക. വസിത്തു ഫീ ബഅദിൽ അബ്വാബി മസായില യഹ്താജു ഇലൈഹ നബി,
എന്നു മാത്രമല്ല, അദ്ദേഹം ഈ ഷർഹിൽ ഈ മത്തിന് വിശദീകരിക്കുന്ന മാത്രമല്ല, മറ്റൊരു പ്രത്യേകത അദ്ദേഹം ചെയ്യുന്നത് ശ്രദ്ധിക്കണേ, മത്തിനിലില്ലാത്ത ചില മസ്അലകൾ അദ്ദേഹം എന്ത് ചെയ്യും, പഠിക്കുന്ന ആൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന ചില മസ്അലകൾ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, ഈ ഷർഹിൽ പ്രത്യേകം കൂട്ടിച്ചേർക്കാറുണ്ട്. മത്തിനിലില്ലാത്ത ചില മസ്അലകൾ ഷർഹിൽ കൂടുതൽ ആഡ് ചെയ്യാറുണ്ട്, കൂട്ടിച്ചേർക്കാറുണ്ട്. അപ്പോ ഒന്നാമത്തെ പ്രത്യേകത, ഇദ്ദേഹത്തിന്റെ മനഹജ് ഓരോ മസാലയ്ക്ക് എന്തു പറയും, തെളിവ് പറയും. രണ്ടാമത്തത് ഇദ്ദേഹം പറയുന്നത് ചില മസാലകൾ, മത്തിനിൽ ഇല്ലാത്ത മസാലകൾ കൂടുതൽ എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കും. ആവശ്യമാണെന്ന് തോന്നുന്ന പ്രധാനപ്പെട്ട മസാലകൾ മത്തിനിൽ ഇല്ലാത്തത് അദ്ദേഹം കൂട്ടിച്ചേർക്കും. മൂന്നാമത് പറയുന്നത് വറുബ്ബമാ ദക്കറത്തു റിവായത്തൻ സാനിയ ഔ വജ്ഹൻ സാനിയൻ ലിഖുവത്തി ദലീൽ. ഈ മത്തനിൽ പരാമർശിക്കപ്പെട്ട അഭിപ്രായം അതല്ലാത്ത രണ്ടാമത്തെ അഭിപ്രായം എന്ത് ചെയ്യും, ചില ഒരു മസലിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായം ഇത് വാജിബാണ്, മറ്റൊരു അഭിപ്രായം മുസ്തഹബാണ്. അപ്പൊ മത്തനിൽ വാജിബാണെന്നുള്ള അഭിപ്രായമാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ചിലപ്പോൾ മുസ്തഹബാണെന്നുള്ള അഭിപ്രായവും എടുത്തു കൊടുക്കും. എന്ത് കാരണത്താൽ, ലിഖുവത്തി ദലീൽ, ആ ഒരു അഭിപ്രായത്തിന്റെ ദലീല് നല്ല കവിയാണ്, ശക്തമായ തെളിവാണെങ്കിൽ, ശക്തമായ തെളിവാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ മദ്ഹബിലുള്ളത് എന്താണോ അതങ്ങനെ തന്നെ, അതുമാത്രം വിശദീകരിക്കലല്ല ഏത് കിതാബിൽ, മനാറു സബീൽ ചെയ്യുന്നത്. മദ്ഹബിലുള്ള അഭിപ്രായം വെറുതെ വിശദീകരിച്ച് പോൽ മാത്രമല്ല, മറിച്ച് അതിലെ അഭിപ്രായത്തിനേക്കാൾ ശക്തമായ തെളിവ് എതിരഭിപ്രായത്തിനുണ്ടെങ്കിൽ ആ എതിരഭിപ്രായം എന്ത് ചെയ്യും, ഇവിടെ എടുത്തു കൊടുക്കും. ആ എതിരഭിപ്രായം ഇവിടെ എടുത്തു കൊടുക്കും. പിന്നെ പറയുന്നത് നഖൽതുഹു, ഞാൻ ഇതൊക്കെ നഖല് ചെയ്യുന്നത്, സ്വന്തം അദ്ദേഹം തന്നെ സ്വയം ഉണ്ടാക്കി എഴുതുന്നതല്ലല്ലോ, മറ്റുള്ള നമുക്ക് എന്ത് വേണം, മസ്ദറുകൾ വേണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ മസ്ദറുകൾ പറഞ്ഞു, ഞാനിത് ഏത് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തി, മനാറു സബീലുള്ള വിഷയങ്ങൾ ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാനത് അവലംബിച്ച് എഴുതുന്നത്, അതേതൊക്കെ. ഒന്നാമത് പറയുന്നത് കിതാബുൽ കാഫി, അൽ കാഫി എന്ന പേരുള്ള കിതാബ് ഒന്നാമത്തെ മസ്ദർ. അതാരുടെയാ, ലി മുവഫഖുദ്ദീൻ അബ്ദുല്ലാഹിബ്നു അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഖുദാമ അൽ മഖ്ദിസി സുമ്മ ദിമഷ്കി. ഇബ്നു ഖുദാമ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ കാഫി എന്ന ഗ്രന്ഥമാണ് ഒന്നാമത്തെ മസ്ദർ. ഇബ്നു ഖുദാമയെ പരിചയമുണ്ടോ? ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇബ്നു ഖുദാമയുടെ? കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ? ലുംഅത്തുൽ ഇഅ്തിഖാദ് എന്ന ഗ്രന്ഥം കേട്ടിട്ടുണ്ടോ? അഖീദയിൽ പഠിച്ചിട്ടുണ്ടോ? ലുംഅത്തുൽ ഇഅ്തിഖാദ് ആരുടെ ഗ്രന്ഥമാണ്? ഇബ്നു ഖുദാമ റഹിമഹുള്ളാഹിന്റെ ഗ്രന്ഥം. ഫിഖ്ഹിൽ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ് അൽ മുഗ്നി. അൽ മുഗ്നി ഒരുപാട് വോള്യങ്ങളുള്ള, എല്ലാ മദ്ഹബുകളുടെ മസാലകളും വിശദമായി സംസാരിച്ച് ചർച്ച ചെയ്യുന്ന വലിയൊരു ഗ്രന്ഥം. അതും ആരുടെ ഗ്രന്ഥമാണ്? ഇബ്നു ഖുദാമ റഹിമഹുള്ളാഹിന്റെ ഗ്രന്ഥം. ഇബ്നു ഖുദാമ റഹിമഹുള്ളാഹിയുടെ ഗ്രന്ഥമാണ്. ഒന്നാമത്തെ മസ്ദർ അതാ. പിന്നെ പറയുന്നത് വമിൻ ഷർഹിൽ മുഖ്നിഇൽ കബീർ, ഷർഹുൽ മുഖ്നി അൽ കബീർ എന്ന രണ്ടാമത്തെ ഗ്രന്ഥം. അതാരുടെ? അലി ഷംസുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്നു അബി ഉമർ ഇബ്നു ഖുദാമ. ഇപ്പൊ നമ്മൾ പറഞ്ഞ മുഖനിയുടെ ഗ്രന്ഥകാരൻ, അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനാണ് ആര്? രണ്ടാമത്തെ വ്യക്തി. അദ്ദേഹത്തിന് അഷ്റഹുൽ കബീർ എന്ന പേരിലുള്ള അറിയപ്പെട്ട ഗ്രന്ഥമുണ്ട്, അഷ്റഹുൽ കബീർ. അതും ഹംബലി മദ്ഹബിൽ വളരെ അധികം അവലംബയോഗ്യമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഷർഹുൽ കബീർ. അദ്ദേഹം പറയുന്നു വഗാലിബു നഖ്ലി മിൻ മുഖ്തസരിഹി, ഞാൻ കൂടുതലും അതിൽ നിന്ന് എടുക്കാറുള്ളത് അതിന്റെ മുഖ്തസറിൽ നിന്നാണ്, അതിന്റെ സംക്ഷിപ്തം, അത് ചുരുക്കി എഴുതിയിട്ടുണ്ട്. ആരെഴുതിയത്? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അറിയില്ലേ? ആരാണ്? കിതാബ് തൗഹീദിന്റെ ഗ്രന്ഥകാരൻ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഷർഹുൽ കബീർ എന്നുള്ള ഹംബലി മദ്ഹബിലെ ഗ്രന്ഥം അത് മുഖ്തസറാക്കി, ചുരുക്കം, സംക്ഷിപ്തമായി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് കൂടുതലും ഞാൻ ഈ കിതാബിൽ അവലംബിക്കാറുള്ളത്. പിന്നെ പറയുന്നത്
വമിൻ ഫുറൂഇ ഇബ്നു മുഫ്ലിഹ്, ഇബ്നു മുഫ്ലിഹ് എന്ന പേരുള്ള ഹംബലി പണ്ഡിതന്റെ ഫുറൂഅ് എന്ന പേരുള്ള ഗ്രന്ഥം. മൂന്നാമത്തെ മസ്ദർ. ഇബ്നു മുഫ്ലിഹിന്റെ കിതാബിന്റെ പേരെന്താ? ഫുറൂഅ്. ഇബ്നു മുഫ്ലിഹിന്റെ ഫുറൂഅ്. നാലാമത്തത് കഴിഞ്ഞു. 4 പറയുന്നത്. നാലാമത്തത് ഖവാഇദ് ഇബ്നു റജബ്, ഇബ്നു റജബ് അൽ ഹംബലി. ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹം ഇബ്നുൽ ഖയ്യിമിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഖവാഇദ് ഇബ്നു റജബ്, ഖവാഇദ് ഇബ്നു റജബ് വഗൈരിഹ മിനൽ കുതുബ്, മറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ പ്രധാനമായും ഈ 4 കിതാബുകളിൽ നിന്ന് അവലംബിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ മനാറുസ് സബീൽ എന്നുള്ള ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ആരാ പറയാം? നമ്മളൊന്ന് പറഞ്ഞേ. 4 പറഞ്ഞോ. പറയോ. ഒന്നാമത്തത് ഇബ്നു ഖുദാമയുടെ കാഫി, അൽ കാഫി. രണ്ടാമത്തത് അശ്ശർഹുൽ കബീർ, അത് ഇബ്നു ഖുദാമയുടെ സഹോദരന്റെ മകന്റെ കിതാബാണ്. മൂന്നാമത്തത് ഇബ്നു മുഫ്ലിഹിന്റെ ഫുറൂഅ്, ഇബ്നു മുഫ്ലിഹിന്റെ ഫുറൂഅ്. നാലാമത്തത് ഇബ്നു റജബ് റഹിമഹുള്ളയുടെ ഖവാഇദ്. ഇതാണ് ഈ കിതാബിന്റെ മസ്ദറുകൾ, പ്രധാനപ്പെട്ട 4 മസ്ദറുകൾ. വേറെയും ഗ്രന്ഥങ്ങളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 4 ഗ്രന്ഥങ്ങൾ. അദ്ദേഹം പറയണം, വഖദ് അഫറഗ്തു ഫീ ജംഇഹി താഖതി വജുഹദി. ഈ ഗ്രന്ഥം തയ്യാറാക്കാൻ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രൂപത്തിലാക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വബദൽതു ഫീഹി ഫിക്രി വഖസ്ദി, എൻ്റെ മുഴുവൻ എൻ്റെ ചിന്തകളും ഒക്കെ എന്ന് വെച്ചാൽ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഗ്രന്ഥം നന്നാക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വലം യകുൻ ഫീ ظني അൻ അതഅറദ ലിദാലിക് ലിഇൽമി ബിൽ അജ്സി അനിൽ ഖൗളി ഫീ തിൽകൽ മസാലിക്. ഞാൻ ഇങ്ങനൊരു ഗ്രന്ഥം എഴുതുമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഇങ്ങനൊരു ഗ്രന്ഥം എഴുതാനുള്ള കഴിവൊന്നും എനിക്കില്ല, ഇങ്ങനൊരു ഗ്രന്ഥം എഴുതാനുള്ള കഴിവ് എനിക്കില്ല എന്ന് അദ്ദേഹം, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്വയം എന്ത് ചെയ്യണം? വില കുറച്ച് കാണാം. അത് അങ്ങനെയാണ്. അറിവുള്ള ആളുകൾ അറിവ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വിനയം കൂടിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ എന്തെങ്കിലും 4 അക്ഷരം പഠിക്കുമ്പോൾ ഞാൻ പിന്നെ വലിയ ഷെയ്ഖാണ്, ആലിമാണ്, അല്ലാമയാണെന്നുള്ള വിചാരമായിരിക്കും. പക്ഷെ അറിവുള്ള ആളുകൾ അവർക്ക് അറിവ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വിനയം കൂടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫമാ കാന ഫീഹി മിൻ സവാബിൻ ഫമിൻ അല്ലാഹ്. ഇതിലെന്തെല്ലാം ശരിയുണ്ടോ അതൊക്കെ ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പക്ഷെ റബ്ബ് എളുപ്പമാക്കിയത് കൊണ്ടാണ് എനിക്ക് ആ ശരിയിലേക്ക് എത്താൻ സാധിച്ചത്. ഔ ഖതഇൻ ഫമിന്നി, അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ അത് എൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. വഅസ്അലുഹു സുബ്ഹാനഹുൽ അഫ്വ അന്നി, ഞാൻ അള്ളാഹുവിനോട് എനിക്ക് പൊറുക്കലിനെ തേടുകയാണ്. വലിമാ തകഫഫ്തുഹു മിൻ അബ്വാബിൽ ഉലമ വതതഫൽതു ബിഹി അലാ മവാഇദിൽ ഫുഖഹാ. ഞാൻ ഈ ഉലമാക്കൾ ചെയ്യേണ്ട, വലിയ വലിയ അറിവുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ എടുത്തു ചാടി ചെയ്തതിൽ റബ്ബിനോട് ഞാൻ എന്ത് ചെയ്യാണ്? പൊറുക്കലിനെ തേടുന്നു. വെച്ചാൽ അദ്ദേഹം ഈ കിതാബ് എഴുതാൻ മാത്രം യോഗ്യനായിട്ടില്ല. പക്ഷേ എന്താണ്, അദ്ദേഹം ഈ ചെയ്തതിൽ റബ്ബിനോട് പൊറുക്കലിനെ തേടുകയാണെന്ന് അദ്ദേഹത്തിന് സ്വയം എന്ത് ചെയ്യാണ്? മോശമാക്കി അദ്ദേഹം സംസാരിക്കാം. എന്നിട്ട് അദ്ദേഹം ഒരു കവിത ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ചുരുക്കം എന്ന് പറഞ്ഞാൽ, വളരെ കഴിവില്ലാത്ത, ഒരുപാട് വേഗതയിൽ മുൻപോട്ട് പോയ ഒരു കൂട്ടം ആളുകളുടെ പിറകെ പോകുന്ന, ഉദാഹരണത്തിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിര, ആ കുതിരയുടെ പുറകിൽ വളരെ പതുക്കെ മാത്രം സഞ്ചരിക്കുന്ന, വേഗതയില്ലാത്ത, ആരോഗ്യമില്ലാത്ത ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്നവനെ പോലെയാണ് എന്ന് സ്വയം അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അദ്ദേഹം വിശേഷിപ്പിക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വഇന്നമാ അല്ലഖ്തുഹു ലിനഫ്സി, ഞാനിത് എഴുതിയത്, ഈ കിതാബ് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ സ്വന്തത്തിന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടി എഴുതുന്ന. ഈ ഒരു ഷറഹ് ഞാൻ എഴുതുന്നത് എനിക്ക് എൻ്റെ സ്വന്തത്തിന് വേണ്ടി എഴുതുന്നതാണ്.
വലിമൻ ഫഹ്മുഹു ഖാസിറുൻ കഫഹ്മി. അതേപോലെ ഈ എന്നെപ്പോലെ ശരിക്കും കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകൾ, അവർക്കും കൂടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഗ്രന്ഥം എഴുതുന്നത്. അദ്ദേഹം സ്വയം പറയുന്നത് മനസ്സിലാക്കാൻ കഴിവ് കുറഞ്ഞ ആളുകളായിട്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്കും കൂടിയിട്ടാണ് ഞാൻ ഈ ഗ്രന്ഥം, എന്നെപ്പോലെ ഇത്രയും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതുന്നത്. അസാ അയ്യകൂന തദ്കിറത്തൻ ഫിൽ ഹയാത്ത് വദഖീറത്തൻ ബഅദൽ മമാത്ത്. ഇത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, പരലോകത്ത് മരണശേഷം എനിക്കത് ഉപകാരപ്പെടുന്ന കാര്യമായേക്കാം, ജീവിച്ചിരിക്കുമ്പോൾ നല്ല സൽകീർത്തിക്ക് കാരണമായേക്കാം. വസമ്മൈതുഹു, ഞാനിതിന് പേര് നൽകി മനാറുസ്സബീൽ ഫി ശർഹിദ് ദലീൽ. ഞാനിതിന് എന്ത് പേര് നൽകി, മനാറുസ്സബീൽ ഫി ശർഹിദ് ദലീൽ എന്ന് പേര് നൽകി. വഅസ്അലുല്ലാഹൽ അദീം അൻ യജഅലഹു ഖാലിസൻ ലിവജ്ഹിഹിൽ കരീം. ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ് ഈ ഒരു പ്രവർത്തനം, ഷർഹിനെ അവന്റെ വജ്ഹ് മാത്രം ആഗ്രഹിക്കുന്നതാക്കാൻ ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. വ ഇലൈഹി മുഖർരിബൻ, അവനിലേക്ക് അടുപ്പിക്കുന്നതാക്കാൻ ഞാൻ ചോദിക്കുകയാണ്. വ യഗ്ഫിറ ലി, എനിക്ക് പുറത്തു തരാനും. വയർഹമനി വൽ മുസ്ലിമീൻ, എനിക്കും മുസ്ലിമീങ്ങൾക്കും റഹ്മത്ത് ചെയ്യാനും. ഇന്നഹു ഗഫൂർ റഹീം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ഇതോടെ മുഖദ്ദിമ കഴിഞ്ഞു, ആമുഖം കഴിഞ്ഞു. എന്തിന്റെ ആമുഖം? ദലീൽ ത്വാലിബിന്റെ ആമുഖമാണോ മനാറുസ്സബീലിന്റെ ആമുഖമാണോ? മനാറുസ്സബീലിന്റെ ആമുഖം കഴിഞ്ഞു. ഇനി എന്തിന്റെ ആമുഖമാണ് വരാൻ പോകുന്നത്? ദലീൽ ത്വാലിബിന്റെ ആമുഖം ഇനി വേറെ വരാൻ പോകുന്നുണ്ട്. ദലീൽ ത്വാലിബിന്റെ ആമുഖം ഇനി വേറെ തുടങ്ങണം. ഇനിയാണ് ദലീൽ ത്വാലിബിന്റെ ആമുഖം ആരംഭിക്കുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കണം, കിതാബ് ആരംഭിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേരത്തെ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഷർഹിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? ഇബ്തദഅ കിതാബഹു ബിൽ ബസ്മല സുമ്മ ബിൽ ഹംദല. അദ്ദേഹം ഈ കിതാബ് ആരംഭിച്ചത് ആദ്യം ബസ്മല കൊണ്ട്. ബസ്മല എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ പേരാണെന്ത്? ബസ്മല. സുമ്മ ബിൽ ഹംദല. എന്താ ഹംദല? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹൗഖല എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഹൗഖല? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നതാണ് ഹൗഖല എന്ന്. അപ്പോ ബസ്മലയും ഹംദലയും കൊണ്ട് കിതാബ് തുടങ്ങി. എന്താ അതിന് കാരണം? ഇഖ്തിദാഅൻ ബി കിതാബില്ലാഹി അസ്സ വജൽ. ഒന്നാമത്തെ കാരണം എന്താ? അള്ളാഹുവിന്റെ കിതാബിനെ പിൻപറ്റുക. അള്ളാഹുവിന്റെ കിതാബ് തുടങ്ങിയത് എങ്ങനെ? അള്ളാഹ് ആദ്യം ബിസ്മില്ലയും പിന്നെ അൽഹംദുലില്ല അല്ലെ? സൂറത്തുൽ ഫാത്തിഹ ആദ്യം ബിസ്മിണ്ട് പിന്നെ ഹംദുണ്ട്. അപ്പൊ അതിനെ അനുകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ കിതാബ് ബസ്മലയും ഹംദലയും കൊണ്ട് തുടങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഖുർആനിനെ പിൻപറ്റുക, അതിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനുകരിക്കാൻ പറ്റുമോ അത്രത്തോളം അനുകരിക്കുക എന്നുള്ളത് എന്താ? നല്ല കാര്യം. ഖുർആനിനെ കഴിവിന്റെ പരമാവധി അനുകരിക്കുക എന്നുള്ളത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ പറയുന്നത് വഅമലൻ ബി ഹദീസ്. ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസിനെ അമലാക്കിക്കൊണ്ടാണെന്ന് പറയും. പക്ഷെ ആ ഹദീസ് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹദീസ്? കുല്ലു അംരിൻ ദീ ബാലിൻ, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ. ആ കാര്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഫഹുവ അബ്തർ, അത് അബ്തറാണ്. ഐ ദാഹിബുൽ ബറക്ക, അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല. പക്ഷെ ഹദീസിന്റെ ആശയം ശരിയാണ്. നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി പറഞ്ഞ് തുടങ്ങുമ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ബറക്കത്ത് ഉണ്ടാകും, ബറക്കത്ത് പ്രതീക്ഷിക്കാം. പക്ഷേ ആ വിഷയത്തിൽ ഹദീസ് വന്നത് എന്ത് ചെയ്തിട്ടില്ല? സ്വഹീഹായ സനദോടുകൂടി വന്നിട്ടില്ല. അവിടെ പറഞ്ഞ റവാഹുൽ ഖതീബ് വൽ ഹാഫിദ് അബ്ദുൽ ഖാദിർ റുഹാവി. ഈ ഹദീസ് ഖതീബുൽ ബഗ്ദാദിയും അബ്ദുൽ ഖാദിർ റുഹാവി, ഈ രണ്ട് പണ്ഡിതന്മാർ
അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തല്ല, പണ്ഡിതന്മാർ അതിൽ സനദ് വഈഫാണ് എന്ന് പറഞ്ഞ ഹദീസാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കാരണം തന്നെ മതി. അള്ളാഹുവിന്റെ കിതാബിനെ പിൻപറ്റുക എന്നുള്ളത് തന്നെ നമുക്ക് എന്ത് മതി? ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ ആ ഒരു കാരണം തന്നെ മതിയാകുന്നതാണ്. പിന്നെ പറയുന്നു വബി ഹദീസ്, മറ്റൊരു ഹദീസിന്റെ എന്താ, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിൽഹംദിലില്ലാഹ് ഫഹുവ അഖ്ത. അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും അതും ഇതുപോലെ എന്താ, അഖ്ത ആണ്, എന്നുവെച്ചാൽ ബറക്കത്തില്ലാത്തതാണ്. അതിന്റെ വേറെ ചില റിവായത്തിലൂടെ കൊടുക്കുന്നുണ്ട്. വഫീ റിവായത്തിൻ ബിഹംദില്ലാഹ്, വഫീ റിവായത്തിൻ ബിൽഹംദ്, വഫീ റിവായത്തിൻ ഫഹുവ അജ്ദം. ഒരു ഹദീസിന്റെ തന്നെ കുറച്ച് റിവായത്തുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോ അൽഹംദുലില്ലാഹ് കൊണ്ട്, നമ്മൾ ബിസ്മില്ല കൊണ്ട് തുടങ്ങിയാൽ ബറക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഹദീസ് അൽഹംദുലില്ലാഹ് വിഷയത്തിലും വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വിഷയത്തിലും വന്നു. പക്ഷെ ഈ ഹദീസ് നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു സലാഹ് റഹിമഹുല്ല, അതുപോലെ തന്നെ നവവി റഹിമഹുല്ല, സുയൂത്തി റഹിമഹുല്ല, ഇങ്ങനെയുള്ള പല ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ബിസ്മിന്റെ വിഷയത്തിലുള്ളതല്ല, അൽഹംദുലില്ലാഹ് വിഷയത്തിലുള്ള ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? പല പണ്ഡിതന്മാരും അത് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റവാഹൽ ഹാഫിദ് റുഹാവി ഫിൽ അർബഈന ലഹു. ഈ ഹദീസുകളൊക്കെ ഹാഫിദ് റുഹാവി അദ്ദേഹത്തിന്റെ അർബഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ബിസ്മില്ല അൽഹംദുലില്ലാഹ് സംബന്ധിച്ച് ഈ ഹദീസുകൾ എടുത്തു കൊടുത്തു. പിന്നെ പറയുന്നത് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷഹാദത്ത് മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവിനെ പുകഴ്ത്തി പറയണം, അവൻ മാലിക് യൗമിദ്ദീനാണ്. എന്താണ് മാലിക് യൗമിദ്ദീന്റെ അർത്ഥം? ഇവിടെ കൊടുക്കുന്നുണ്ട് ഷറഹിൽ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മുഖാത്തിലും പറഞ്ഞു. മുഖാത്തില് സലഫുകൾപ്പെട്ട തഫ്സീർ പണ്ഡിതനാണ്. മുഖാത്തിൽ ഇബ്നു സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തഫ്സീറുണ്ട്, തഫ്സീറു മുഖാത്തിൽ ഇബ്നു സുലൈമാൻ എന്ന പേരിൽ. അദ്ദേഹവും ഇബ്നു അബ്ബാസും പറഞ്ഞതെന്താ, ഖാളി യൗമിൽ ഹിസാബ്. മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ഹിസാബിന്റെ ഖാളി. യൗമുൽ ഹിസാബ് പറഞ്ഞാൽ, ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താ, കണക്ക് നോക്കുക. യൗമുൽ ഹിസാബ് പറഞ്ഞാൽ കണക്ക് നോക്കുന്ന ദിവസം. കണക്ക് നോക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്. അന്നത്തെ ഖാളി, അന്ന് വിധി കൽപ്പിക്കുന്നവൻ, അന്നത്തെ വിധികർത്താവ്, അതാണ് മാലിക് യൗമുദ്ദീന്റെ അർത്ഥമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലയും പറഞ്ഞു. വഖാല ഖതാദ റഹിമഹുല്ല പറഞ്ഞു. ഖതാദ ആരാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നോ? ഓർമ്മയുണ്ടോ? മഗ്‌രിബിന് മുമ്പ് ആരുടെ ശിഷ്യനായിട്ടാണ് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദീനു അൽ ജസാ. ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ജസാ, പ്രതിഫലം എന്നുള്ള അർത്ഥം. അപ്പൊ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്നുള്ള അർത്ഥമാണ്. ആര് പറഞ്ഞു? ഖതാദ റഹിമഹുല്ലാ പറഞ്ഞു. ഖതാദ റഹിമഹുല്ലാ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് പറയാണ്, ഇബ്നു ളുവയ്യാൻ റഹിമഹുല്ലാ പറയാണ്, വൈന്നമാ ഖുസ്സ യൗമുദ്ദീൻ ബിദ്ദിക്ർ മഅ കൗനിഹി മാലികൻ ലിൽ അയ്യാമി കുല്ലിഹ. അല്ലാഹു എല്ലാ ദിവസങ്ങളുടെയും മാലിക്കല്ലേ? അല്ലേ? ആണ്. എല്ലാ ദിവസങ്ങളുടെയും മാലിക് അല്ലാഹു സുബ്ഹാനഹു. പക്ഷെ ഇവിടെ ഫാത്തിഹയിൽ മാലിക് യൗമുദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ലിഅന്നൽ അംലാക യൗമഇദിൻ സായില. അന്നത്തെ ദിവസം എല്ലാ ഉടമസ്ഥാവകാശങ്ങളും എന്ത് ചെയ്യും? അന്നേ ദിവസം നീങ്ങിപ്പോവും. ഫലാ മുൽക വലാ അമ്ര ഇല്ലാ ലഹു. അന്ന് എല്ലാ അധികാരവും ഉടമസ്ഥാവകാശവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാകും. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് നമുക്ക് ആപേക്ഷികമായി നിസ്ബിയായി പലതും നമ്മുടെ സ്വന്തം എന്ന് പറയാനുണ്ട്. പലതും നമുക്ക് നമ്മുടെ സ്വന്തമാണെന്ന് പറയാനുണ്ട്.
പക്ഷെ അതിന്റെയും ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ ഈ നിസ്ബിയായ അവകാശങ്ങൾ പോലും ഉടമസ്ഥത പോലും എവിടെ ഉണ്ടാവൂല? ഖിയാമത്ത് നാൾ ഉണ്ടാവൂല. ഖിയാമത്ത് നാളിൽ ഉണ്ടാവുകയില്ല. അന്ന് എല്ലാത്തിൻ്റെയും പൂർണ്ണമായ പരിപൂർണമായ അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിരിക്കും. അന്ന് എല്ലാത്തിൻ്റെയും പരിപൂർണമായ അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മാലിക് യൗമിദ്ദീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ വിശേഷിപ്പിക്കുന്നത്. പിന്നെ പറയണ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദും റസൂലുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എങ്ങനെയുള്ള അദ്ദേഹത്തിന് വിശേഷിപ്പിക്കാൻ അൽ മുബയ്യിനു ലി അഹ്കാമി ശറാഇദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ത്? അദ്ദേഹം ദീനിന്റെ വിധിവിലക്കുകൾ നമ്മൾക്ക് വ്യക്തമാക്കി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ റസൂലിനെ അള്ളാഹു അയച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നാണെന്ത്? അവൻ അയക്കുന്ന കിതാബ് ഖുർആൻ, ആ വഹി, അതിനെ വിശദീകരിച്ച് തരിക, വ്യക്തമാക്കി തരിക എന്നുള്ള കാര്യം. അത് നബിമാരെ അയക്കുന്നതിന് പിന്നിൽ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിൽ ഒന്നാണ് അള്ളാഹു അവതരിപ്പിക്കുന്ന ദീൻ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാമെന്ന്. അതെങ്ങനെ വ്യക്തമാക്കി ഇവിടെ പറയുന്നുണ്ട്? ബി അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖരീറാത്തി. 3 രൂപത്തിലാണ്. 3 രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആനിന്റെ വിധിവിലക്കുകൾ വ്യക്തമാക്കി തന്നത്. ഒന്നാമത്തത് ബി അഖ്വാലിഹി, അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കൊണ്ട്. ഒന്നാമത്തത് അഖ്വാൽ, സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് ഖുർആനിന്റെ വിശദീകരണമാണ്. ഉദാഹരണത്തിന് വഅഖീമുസ്സലാത്ത വആത്തുസ് സക്കാ, അല്ലാഹു ഖുർആനിൽ കൽപ്പിക്കുകയാണെന്ത്? നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുത്തുവിട്ടണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിങ്ങൾ ഒരു ദിവസം 5 വഖ്ത് നിസ്കരിക്കണം. നമ്മളോട് കൽപ്പിക്കുകയാണ്. അത് കൽപ്പിച്ചത് ആരാ? ഖുർആനിലുണ്ടോ 5 വഖ്ത് നിസ്കരിക്കണമെന്ന്? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഏതെങ്കിലും ആയത്തിലുണ്ടോ 5 വഖ്ത് നിസ്കാരം? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇല്ല. അത് എങ്ങനെ നിസ്കരിക്കണം? അല്ലെ, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു അതുപോലെ നിസ്കരിക്കണം. അപ്പൊ അഖീമുസ്സല എന്നുള്ള കൽപ്പന ഖുർആനിൽ നമ്മൾ എങ്ങനെ നടപ്പിലാക്കേണ്ടത്? എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയത് കൽപ്പിച്ചതുപോലെ. ഒന്നാമത്തത് സംസാരമാണ്. രണ്ടാമത്തത് വഅഫ്ആലിഹി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യും? വ്യക്തമാക്കി തരും. എങ്ങനെ നിസ്കരിക്കേണ്ടത് എന്നുള്ള സ്വഹാബത്തിന് എന്ത് മിമ്പറിന്മേൽ കയറി നിന്നുകൊണ്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്ത് മുഴുവൻ മസ്ജിദിൽ ഇരിക്കുമ്പോൾ മിമ്പറിന്മേൽ കയറി നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിന്റെ ഓരോ രൂപങ്ങളും പൂർണ്ണമായും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് വതഖരീറാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം. നമ്മൾ മൗനാനുവാദം എന്നൊക്കെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാര്യം സ്വഹാബത്ത് ചെയ്യാം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിട്ടില്ല, ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിൽ അതും എന്താണ്? മറ്റൊരു രൂപത്തിലുള്ള വിശദീകരണമാണ്. അങ്ങനെ ഏതെങ്കിലും കാര്യം അറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ച, പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല, പക്ഷെ അംഗീകരിച്ചു, ചെയ്ത ആളോട് ചെയ്യണ്ടെന്നും പറഞ്ഞില്ല? അങ്ങനെ ഏതെങ്കിലും കാര്യം ഓർമ്മ ഉണ്ടോ? ഫജ്റിനും അത് ഹദീസിലുണ്ടോ? അല്ല, അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്, നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ?
പണ്ഡിതന്മാർ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് എന്ത് ചെയ്തു? ഉടുമ്പിന്റെ മാംസം കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? അതിനെ വിലക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് എന്ത് ചെയ്യണം? മാറി നിൽക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നപ്പോൾ എന്ത് ചെയ്തു? സ്വഹാബി ചോദിച്ചു, ഇത് പാടില്ല, കഴിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കഴിക്കാറില്ല, പക്ഷെ അത് കഴിക്കാൻ പാടില്ലാത്തതൊന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ ധാരാളം വിഷയങ്ങളുണ്ട്. സ്വഹാബത്ത് പല വിഷയങ്ങളും ഉദാഹരണങ്ങളായിട്ട് പറയാറുണ്ട്. കേട്ടില്ല. അല്ലല്ല, വേറൊരു ഉദാഹരണം സ്വഹാബത്ത് പറയാണ്, കുന്നാ നഅസിലു വൽ ഖുർആനു യൻസിൽ. കുന്നാ നഅസിലു വൽ ഖുർആനു യൻസിൽ. ഞങ്ങൾ അസ്ല് ചെയ്യാറുണ്ട്, ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അസ്ല് ചെയ്യാറുണ്ട്. എന്താണ് അസ്ല്? അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് മനി പുറത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? മനി ഉള്ളിലേക്ക് പോവാതിരിക്കാൻ പുറത്തേക്ക് എടുക്കുന്ന രീതിയാണ് അസ്ൽ എന്ന് പറയാം. അത് ചെയ്യാറുണ്ട് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് എന്ന് സഹാബികൾ പറയാറുണ്ട്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളിത് ചെയ്യാറുണ്ടെന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താ? ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്തിട്ടില്ല? ഇത് ഹറാമാണെന്ന് വഹി ഇറക്കിയിട്ടില്ല എന്ന് വെച്ചാൽ അത് പറ്റുന്ന കാര്യമാണ്, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതാണ് അങ്ങനെ പറയുന്നത്. അതാണ് അങ്ങനെ പറയുന്നത്. അതല്ലാതെ പോയി ഞങ്ങളത് ചെയ്യുന്ന സമയത്ത് ഖുർആൻ അവതരിക്കാറുണ്ടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വഹി ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യം സ്വഹാബികൾ ചെയ്താൽ അത് ഹറാമാണെങ്കിൽ അള്ളാഹു അത് വഹയിലൂടെ അറിയിച്ചിരിക്കും, അത് നിരോധിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് അള്ളാഹു വഹി ഇറങ്ങുന്ന സമയത്ത് ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? വിവരം അറിയിച്ചിരിക്കും, അത് നിരോധിച്ചിരിക്കും. പക്ഷെ അത് നിരോധിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അത് പറ്റുന്ന കാര്യം, അനുവദിക്കപ്പെട്ട കാര്യം. അത് നിരോധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനാണ് തഖരീറാത്ത് എന്ന് പറയും. അതിനെയാണ് തഖരീറാത്ത് എന്ന് പറയും. ഈ 3 രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഖുർആനിന്റെ വിധിവിലക്കുകൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഖുർആന്റെ വിധിവിലക്കുകൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇത് 3ലും നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലോ? ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരങ്ങൾ പരിശോധിച്ചു, പ്രവർത്തനങ്ങൾ പരിശോധിച്ചു, മൗനാനുവാദങ്ങൾ പരിശോധിച്ചു. ഇതിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ പറയാ? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയാം. സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആള്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ സുന്നത്തെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, മൗനാനുവാദം. അതും പിന്നെ ജമാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ സ്വഹാബത്തിന്റെ ജീവിതം നോക്കണം. അവർക്കിടയിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാടുണ്ടായിരുന്നു നോക്കണം. അപ്പൊ ഇത് രണ്ടും നമ്മൾ നോക്കി, ഇത് രണ്ടും ഒരു നാണയത്തിന് 2 വശങ്ങൾ പോലെ. ഖുർആനും സുന്നത്തും നമ്മൾ ഖുർആൻ നമ്മൾ പ്രാക്ടിക്കലാക്കുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ ശരിയായ രൂപത്തിലാണെന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡമാണെന്ത്? സുന്നത്തും ജമാഅത്തും. അത് മുറുകെ പിടിക്കാത്തതുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പല വിഭാഗങ്ങളും കക്ഷികളും ഗ്രൂപ്പുകളൊക്കെ ആയി മാറിയത്. ഒരാള് ഖുർആൻ ഒന്നല്ലേ ഉള്ളൂ, 2 ഉണ്ടോ 3 ഉണ്ടോ? ഇല്ലല്ലോ. ഇതേ ഖുർആനെ പിൻപറ്റുന്നവരാണ്, ഞങ്ങൾ ഖുർആന്റെ ഉമ്മത്താണെന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ എന്തുകൊണ്ടാണ് കുറേ എണ്ണമായത്? അത് ഈ സുന്നത്തും ജമാഅത്തും കൃത്യമായി മുറുകെ പിടിക്കാത്തതുകൊണ്ട്. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സുന്നത്തിനോടും ജമാഅത്തിനോടും സഹാബത്തിന്റെ നിലപാടുകൾ, അതിന് ഇജ്മാ എന്ന് പറയും. അവർക്കിടയിൽ ഒരു വിഷയത്തിൽ തർക്കമേ ഇല്ല, എല്ലാവരും ഒരേ നിലപാടിൽ. അതിനോടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, വാക്കോ പ്രവൃത്തിയോ മൗനാനുവാദമോ, ഇതിനേതെങ്കിലും ഒന്നിനെതിരായി കഴിഞ്ഞാൽ നമ്മൾ ഖുർആനെതിരാകണം. നമ്മൾ ഖുർആനിന് എതിരാ, നമ്മൾ ഒരിക്കലും ഖുർആന്റെ ആളാവുകയില്ല.
പല ആളുകളും ഖുർആൻ ഓതിയിട്ട് എന്ത് ചെയ്യും, ഹദീസുകൾക്ക് നേർക്കുനേരെ ഘടകവിരുദ്ധമാവുന്ന ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അയാൾ ഒരിക്കലും ഖുർആനല്ല ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അയാൾ ഒരിക്കലും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഖുർആൻ ഓതിയിട്ടാണ് വിശദീകരിക്കുന്നെങ്കിൽ പോലും അയാൾ ഖുർആനിന്റെ ആളാവുകയില്ല. അതേപോലെ തന്നെ സ്വഹാബത്തിന് തർക്കമില്ലാതെ അവർ ഏകോപിച്ചെടുത്ത ഇജ്മാഴുകൾ, അതിനെതിരാകുന്ന രൂപത്തിലാണ് ഒരാൾ ഖുർആൻ വിശദീകരിക്കുന്നെങ്കിൽ അയാൾ ഖുർആനിന്റെ ആളാവുകയില്ല. നമ്മൾ ഖുർആനിന്റെ ഉമ്മത്താകുന്നത്, ഖുർആനെ ശരിക്കും പിൻപറ്റുന്ന ആളാകുന്നത് നമ്മുടെ ഖുർആനിനെ മനസ്സിലാക്കലുകളും പ്രാക്ടിക്കലാക്കലുകളും എന്തിനോട് യോജിക്കണം? സുന്നത്തിനോടും ജമാഅത്തിനോടും യോജിക്കണം. അതിനോട് എതിരാകരുത്. പിന്നെ പറയുന്നു വദ്ദീനു ഹുന അൽ ഇസ്ലാം. ഇവിടെ ദീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? അൽ ഇസ്ലാമാണ്. കാലത്തൽ അള്ളാഹു പറഞ്ഞു വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അത് നമുക്കറിയുന്ന വിഷയമാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫി ഹദീസി ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹാദാ ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും അംറ ദീനിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാനാണ്. അപ്പൊ ഇസ്ലാം ദീന്, പക്ഷെ ഇസ്ലാം എന്ന കാര്യത്തെ ദീൻ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് മൊത്തത്തിൽ അതിനെ വിശേഷിപ്പിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പറയുന്ന അൽ ഫായിസു ബി മുൻതഹൽ ഇറാദാത്തി മിൻ റബ്ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറയാണ്, അദ്ദേഹം എന്ത് ഫായിസ് കരസ്ഥമാക്കി, ബി മുൻതഹൽ ഇറാദാത്തി, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും അറ്റത്തുള്ള ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ, മിൻ റബ്ബിഹി, തന്റെ റബ്ബിങ്കൽ നിന്ന്. എന്തൊക്കെ? കൽ ഹൗദിൽ മൗറൂദ്, ഹൗദ് പോലെ ജനങ്ങളെല്ലാവരും ഒന്നിച്ചു ചേരുന്ന അടുക്കലേക്ക് പോകുന്ന ഹൗദ് പോലെ. എന്തൊക്കെ ഹൗദിനെ പറ്റി അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിനെ പറ്റി എന്തെല്ലാം അറിയാം? അതിന്റെ വലിപ്പം, അതിലുള്ള പാനീയം, അതിലുള്ള കോപ്പകൾ, എന്തൊക്കെ അറിയാം? കേട്ടില്ല. നക്ഷത്രങ്ങളുടെ അത്രയും കോപ്പകൾ ഉണ്ടാവും അല്ലെ? ബറക്കല്ലാഹ്. പിന്നെന്തൊക്കെ അറിയാം? വേറെ പ്രത്യേകത ഒന്നില്ലേ? പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ പാനീയം. ആ പാനീയം ഒരിക്കൽ ഒരാൾ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കൂല. പിന്നെ സ്വർഗത്ത് എന്തിനാണ് തേനിന്റെ അരുവി, പാലിന്റെ അരുവി? സ്വർഗത്തിൽ പിന്നെ ദാഹിക്കൂലി, പിന്നെ എന്തിനാ സ്വർഗത്ത് പോണ്? എന്തിനാ മോനെ? ഇത് കുടിച്ചു കഴിഞ്ഞാൽ ദാഹിക്കൂലല്ലോ. ഇത് കുടിക്കണവരല്ലേ സ്വർഗത്ത് പോവാ. പിന്നെന്തിനാ സ്വർഗത്തില് പാലിന്റെ അരുവിയുണ്ട്, തേനിന്റെ അരുവിയുണ്ട്, വെള്ളത്തിന്റെ ഉണ്ട്, മദ്യത്തിന്റെ ഉണ്ട്, ഇതല്ലാത്ത വേറെയും കുറെ പാനീയങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനാ പിന്നെ സ്വർഗത്തില്? അതൊക്കെ വേസ്റ്റ് ആവൂലേ? എന്തിനാ? സ്വർഗത്തിൽ ആരും ദാഹിച്ചിട്ടല്ല വെള്ളം കുടിക്കുക. ദാഹം മാറ്റാനല്ല സ്വർഗത്തിൽ വെള്ളം കുടിക്കുക. സ്വർഗത്തിൽ വെള്ളം കുടിക്കലും പാനീയങ്ങൾ കുടിക്കലും എന്തിനാ? ആസ്വദിക്കാൻ. അതുപോട്ടെ. അപ്പോ ഹൗദ് ഇങ്ങനെയൊക്കെയാണ്. 1 മാസത്തെ വഴിദൂരാണ് ഹൗദിന്റെ നീളം, ലെങ്ത്. പള്ളിയിൽ ഹൗദുകൾ കണ്ടിട്ടില്ലേ? ഈ ഹൗദിന്റെ ലെങ്ത് 1 മാസത്തെ വഴിദൂരാണ്. വീതിയും അതുപോലെ തന്നെ 1 മാസത്തെ വഴിദൂരം, ഒരു സ്ക്വയർ പോലെയാണ്. ഈ ഹൗദിന്റെ അകത്ത് മുഴുവൻ ഈ വെള്ളമാണ്. ഈ വെള്ളം വരുന്നത് ഏത് നദിയിൽ നിന്നാ? നദിയുടെ പേരെന്താ? കൗസർ. കൗസർ എന്നുള്ള നദിയിൽ നിന്ന് വരുന്ന വെള്ളം. ആ വെള്ളത്തിന് പ്രത്യേകം നമ്മൾ പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു പ്രത്യേകം കൊടുത്ത നദിയാണ്. അപ്പൊ അതൊന്ന്. പിന്നെ രണ്ടാമത് പറയുന്നത് വൽ മഖാമിൽ മഹ്മൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കൊടുത്ത മറ്റൊരു പ്രത്യേകതയാണ്
മഖാമുൽ മഹ്മൂദ്. എന്താ മഖാമുൽ മഹ്മൂദ്? ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എല്ലാ ബാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ബഅ്സു മഖാമൻ മഹ്മൂദനില്ലദി വഅദ്തഹു. റബ്ബേ, നീ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത മഖാമുൻ മഹ്മൂദിലേക്ക്, സ്തുത്യർഹമായ സ്ഥാനത്തിലേക്ക് നീ അദ്ദേഹത്തെ നിശ്ചയിക്കണമേ. എന്താണ് ഈ സ്തുത്യർഹമായ സ്ഥാനം? അപ്പൊ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നെന്താ? നമ്മൾ ചോദിക്കുമ്പോൾ അത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ഉയർന്ന പദവി എല്ലാ നബിമാർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായിട്ട് നിശ്ചയിക്കപ്പെട്ട ആ മഖാമുൽ മഹ്മൂദ് എന്താ? ഷഫാഅത്തുൽ ഉദ്മ, ഏറ്റവും വലിയ ഷഫാഅത്ത്. എല്ലാ നബിമാരും അവരുടെ സമൂഹങ്ങളും വിചാരണ ആരംഭിക്കാതെ പ്രയാസപ്പെട്ട് റബ്ബിനെ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ റബ്ബിന്റെ അടുക്കൽ ശുപാർശ പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട്. എന്തിന്? വിചാരണ ആരംഭിക്കാൻ. അത് ആർക്കേ കഴിയുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് നബിമാർക്ക് പോലുമില്ല. മറ്റ് നബിമാർക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല? ആ ഒരു പ്രത്യേകത കൊടുത്തില്ല. വഗൈറു ദാലിക മിൻ ഖസാഇസിഹി, വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അത് ആരെങ്കിലും പറയെങ്കിൽ അവർക്കൊരു സമ്മാനം. അതിപ്പോ തന്നെ പറയണ്ട, അടുത്ത ആഴ്ച വരുമ്പോഴേക്കും പറഞ്ഞാൽ മതി. അത് ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ്: മറ്റ് നബിമാരെക്കാൾ എനിക്ക് ഇത്ര വിഷയം, ഞാൻ ഒന്നും പറയൂല, ഇത്ര കാര്യങ്ങളിൽ എനിക്ക് പ്രത്യേകത നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 1 ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾക്ക് ആ ഒരൊറ്റ ഹദീസിൽ വരുന്നുണ്ട്. അത് അടുത്ത ആഴ്ച ഞാൻ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. 40 വളരെ ചുരുക്കം, കുറച്ച് 3 or 4 കാര്യങ്ങൾ, ചെറിയ ഹദീസ്. അത് അടുത്ത ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ കാണാതെ പറയുന്നവർക്കൊരു സമ്മാനം ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷഹാദത്ത് ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന് റബ്ബ് നൽകിയ ചില പ്രത്യേകതകൾ എടുത്തു പറഞ്ഞതാണ്. എന്നിട്ട് ഇവിടെ ഷർഹിൽ കൊടുക്കുകയാണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞു, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. റസൂലെ, താങ്കൾക്ക് ഈ ദുനിയാവിനേക്കാൾ ഏറ്റവും നല്ലതെന്താ, ഉത്തമമായിട്ടുള്ളത്? പരലോകമാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർള. പരലോകത്ത് എന്ത് ചെയ്യും? അല്ലാഹു നിനക്ക് നൽകും. അങ്ങനെ എന്ത് ചെയ്യും? എത്രത്തോളം നൽകും? താങ്കൾ തൃപ്തിപ്പെടുന്നത് വരേക്കും അല്ലാഹു താങ്കൾക്ക് നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് അൽ ഫൗസ്. ഫൗസ് എന്ന് പറഞ്ഞാൽ എന്താ? അന്നജാത്തു വസ്സഫറു ബിൽ ഖൈർ, രക്ഷപ്പെടുക, നന്മ വിജയിച്ചെടുക്കുക. ഇതാണ് ഫൗസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഖാലഹു ഫിൽ ഖാമൂസ്. അത് എവിടെ പറഞ്ഞു? ഖാമൂസിൽ പറഞ്ഞു. ഖാമൂസ് എന്താ? ഖാമൂസ് എന്ന് പറയുന്നത് കിതാബിന്റെ പേരാണ്. അറബി ഭാഷ പഠിക്കുമ്പോൾ വളരെയധികം നമുക്ക് എപ്പോഴും അവലംബിക്കേണ്ടി വരുന്നൊരു ഗ്രന്ഥാണെന്ത്? ഖാമൂസ്. ഡിക്ഷണറി, അറബി ഭാഷയിൽ ഏറ്റവും അറിയപ്പെട്ട ഡിക്ഷണറിയാണെന്ത്? അൽ ഖാമൂസുൽ മുഹീത്ത് എന്നാണ് മുഴുവൻ പേര്. ചുരുക്കി പറയുമ്പോൾ ഖാമൂസ് എന്ന് പറയും. അതാരുടെയാണ്? ഫൈറൂസാബാദി. ഫൈറൂസാബാദി. അത് ഇടയ്ക്കിടയ്ക്ക് വരും. ഭാഷാപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഖാമൂസ് ഇടയ്ക്കിടയ്ക്ക് വരും. എന്നിട്ട് പറയണം, ഫമൻ തമസ്സക ബിശരീഅതിഹി. ആരാണോ ഈ റസൂലിന്റെ ശരീഅത്ത് മുറുകെ പിടിച്ചത്. എങ്ങനെ മുറുകെ പിടിക്കേണ്ടത്? എങ്ങനെയാ? ബിഫിഇലിൽ മഅ്മൂറാത്തി വജ്തിനാബിൽ മൻഹിയാത്ത്. എങ്ങനെ മുറുകെ പിടിക്കണം? വാജിബുകൾ പൂർത്തീകരിക്കണം. വാജിബുകൾ പൂർത്തീകരിക്കണം. ഹറാമുകളെ ഒഴിവാക്കുകയും വേണം. ഹറാമുകൾ ഒഴിവാക്കുകയും വേണം. ഇതിനാണ് എന്തു പറയാ? ഒറ്റ വാക്കിൽ, ഇതിനാണ് ഒറ്റ വാക്കിൽ തഖ്വ എന്ന് പറയും. ഇതിനാണ് ഒറ്റ വാക്കിൽ തഖ്വ എന്ന് പറയും. പിന്നെ സാന്ദർഭികമായി ചോദിക്കട്ടെ, തഖ്വ മാത്രം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമോ?
അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റി അള്ളാഹ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സൂറത്ത് യൂനുസിൽ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, ഈമാൻ ഉണ്ടായിരിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തവർ, അവരാണ് അവിടുത്തെ സ്വർഗത്തിലേക്ക് എത്തുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരാണ്. അപ്പോൾ ഈമാൻ ഉണ്ടായിരിക്കണം, സ്വഹാബത്തിന്റെ അതേ ആദർശ വിശ്വാസ നിലപാടുകൾ ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തഖ്വയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾ അള്ളാഹുവിന്റെ വലിയാവും. പിന്നെ അവനൊന്നും പേടിക്കണ്ട, പിന്നെ അവനൊന്നും പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മരിക്കുന്നവരെ അവന് പ്രയാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഒരാൾ സ്വഹാബത്തിന്റെ അതേ ആശയ ആദർശങ്ങളിലാണ് അവന്റെ ജീവിതത്തിൽ കഴിയുന്നതിന്റെ പരമാവധി തഖ്വ പാലിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വലിയാണ്. പിന്നെ പറയുന്നത് ഫഹുവ മിനൽ ഫായിസീൻ, അവൻ വിജയികളിൽ പെട്ടവനാണ്. ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. എന്നിട്ട് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ, അള്ളാഹു അദ്ദേഹത്തിന്റെ മേലും എല്ലാ അംബിയ മുർസലീങ്ങളുടെ മേലും സ്വലാത്ത് ചെയ്യട്ടെ. എന്താണ് അള്ളാഹു സ്വലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ? എന്താ? നമ്മളെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് ചെയ്യട്ടെ. സലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സലാമത്താക്കുക പറഞ്ഞാൽ രക്ഷപ്പെടുത്താണ്. സലാമത്ത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടലാണ് അർത്ഥം. എന്താ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ പറയുന്നത് ഹക്കൽ ബുഖാരിയു ഫി സ്വഹീഹിഹി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അബുൽ ആലിയ റഹിമഹുല്ലയിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ്? അസ്വലാത്തു മിനല്ലാഹി തആല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സനാഉഹു അലാ അബ്ദിഹി ഫിൽ മലഇൽ അഅല, അള്ളാഹു അവന്റെ ഉന്നതരായ മലക്കുകളുടെ അടുക്കൽ വെച്ച് ആ അടിമയെ പുകഴ്ത്തലിനെയാണ് എന്തു പറയാ? അള്ളാഹു സ്വലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അള്ളാഹു സ്വലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അവന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതരായ ആ മലക്കുകളുടെ അടുക്കൽ, ആ അത്യുന്നതമായ ആ സദസ്സിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമയെ എന്ത് ചെയ്യും? പുകഴ്ത്തി പറയും. മൻ സ്വല്ല അലയ്യ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റ, ഒരാൾ എന്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 തവണ സ്വലാത്ത് ചൊല്ലും. എന്നുവെച്ചാൽ നമ്മളെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതരായ മലക്കുകളുടെ അടുക്കൽ വെച്ച് നമ്മളെപ്പറ്റി 10 പ്രാവശ്യം പുകഴ്ത്തി പറയും. നമ്മളെപ്പറ്റി 10 പ്രാവശ്യം പുകഴ്ത്തി പറയും. അതിന് പുകഴ്ത്തി പറഞ്ഞ എന്താ ഗുണം? എന്താ ഇവിടെ പറയുന്നത്? വഖീല അർറഹ്മ വഖീല റഹ്മത്തുൻ മഖ്റൂനത്തുൻ ബിതഅദീം, ഇതൊക്കെ അതിന്റെ അർത്ഥങ്ങൾ പെട്ടതാ. നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ അത് കാരണം. എങ്ങനത്തെ റഹ്മത്ത്? മഖ്റൂനത്തുൻ ബിതഅദീം, മഹത്വപ്പെടുത്തുക. ചില ആ മലക്കുകളുടെ അടുക്കൽ നമ്മൾ അങ്ങേയറ്റം മഹത്വമുള്ള ഒരാളായിത്തീരും. അതോടൊപ്പം റബ്ബിന്റെ റഹ്മത്തും നമുക്ക് എന്ത് ചെയ്യും? ഈ സ്വലാത്ത് കാരണത്താൽ ലഭിക്കും. പിന്നെ പറയുന്നത് വതുസ്തഹബ്ബു സ്വലാത്തു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ലിഖൗലിഹി തആല, അതിനുള്ള ഒന്നാമത്തെ തെളിവ് എന്താ? അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഏതായത്ത്? സൂറത്തുൽ അഹ്സാബ് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സ്വല്ലു അലൈഹി, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് ചെയ്യണം. വസല്ലിമു തസ്ലീമ, അദ്ദേഹത്തിന്റെ സലാമത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. അള്ളാഹു കൽപ്പിക്കാം. അതേപോലെ വലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, അക്സിറു അലയ്യ മിനസ്വലാ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. എന്താണ് അധികരിപ്പിക്കാൻ പറഞ്ഞതിന്റെ കാരണം? കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ ആരായിരിക്കും? എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് പറഞ്ഞവനായിരിക്കും. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എന്നോട് ഏറ്റവും അടുത്തവൻ
എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ പറയുന്നു വതതഅക്കദു ഫീ ലൈലത്തിൽ ജുമുഅത്തി വയൗമിഹാ. ഈ മുസ്തഹബാണെന്ന് പറയുന്നത് അത് തന്നെ അതിന്റെ പ്രതിഫലം കൂടുതലാകുന്ന സന്ദർഭങ്ങളുണ്ട്. എല്ലാ സുന്നത്തും ഒരുപോലല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരുപോലല്ല. അത് ചിലത് സുന്നത്തുൻ മുഅക്കദയാവും, ഫറദിന് തൊട്ടടുത്തെത്തും. എന്നുവെച്ചാൽ അത് ചെയ്യുന്നത് സാധാരണ സുന്നത്തുകളേക്കാൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യത്തിനാണ് സുന്നത്തുൻ മുഅക്കദ എന്ന് പറയുന്നത്. സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുൻ മുഅക്കദയാവുന്ന സന്ദർഭങ്ങൾ ഒന്നാമത്തത് വെള്ളിയാഴ്ചയുടെ രാവും പകലും. വെള്ളിയാഴ്ചയുടെ രാവും പകലും. വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ എപ്പോഴാ? വെള്ളിയാഴ്ച മഗ്രിബായി കഴിഞ്ഞിട്ടാണോ? അല്ല, അത് ശനിയാഴ്ച രാത്രിയാണ്. വ്യാഴാഴ്ച ദിവസം മഗ്രിബായി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി. പിന്നെ അടുത്ത ദിവസം മഗ്രിബാവുന്നത് വരേക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പകലുമായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ സുന്നത്തുൻ മുഅക്കദയാണ്, വെറും സുന്നത്തല്ല, അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. വഇൻദ ദിക്രിഹി, അദ്ദേഹത്തിന്റെ പേര് പറയപ്പെടുമ്പോഴും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുൻ സുന്നത്തുൻ മുഅക്കദയാണ്, സാധാരണ സുന്നത്തല്ല. വഖീല, അവസാനിപ്പിക്കുകയാണ്. വഖീല, മറ്റൊരു അഭിപ്രായം ഉള്ളത് തജിബു, നിർബന്ധമാകും. എന്ത്? സ്വലാത്ത് ചൊല്ലൽ. എപ്പോ? പേര് പറയപ്പെട്ട് കഴിഞ്ഞാൽ. പേര് പറയപ്പെട്ട് കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാകുന്നൊരു അഭിപ്രായവും ഉണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ലി കൗലിഹി, അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഒരാളുടെ അടുക്കൽ വെച്ച് എന്നെപ്പറ്റി പറയപ്പെടുകയും എന്നിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്, അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാം. ഹദീസ്, മറ്റൊരു ഹദീസ് ഉണ്ട്. എന്താണ്? റഗിമ അൻഫു റജുലിൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഒരാളുടെ അടുക്കൽ വെച്ച് എന്നെപ്പറ്റി പറയപ്പെടുകയും എന്നിട്ട് എന്റെ മേൽ സ്വലാത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ അവന്റെ മൂക്ക് നിലത്ത് കുത്തട്ടെ. എന്താ മൂക്ക് നിലത്ത് കുത്തട്ടെ പറഞ്ഞ എന്താർത്ഥം? അവൻ നിന്ദ്യനായിത്തീരട്ടെ, അവൻ നിന്ദ്യനായിത്തീരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? ഹദീസിൽ പറയാം. അപ്പോ സ്വലാത്ത് ചൊല്ലൽ എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ ചൊല്ലൽ നിർബന്ധമാണോ അല്ലയോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നിർബന്ധമാണെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരാൾ ചൊല്ലിയില്ലെങ്കിൽ കുറ്റക്കാരനാവും. സുന്നത്തുൻ മുഅക്കദയാണെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ചൊല്ലിയാൽ വലിയ പ്രതിഫലമുണ്ട്, പക്ഷെ ചൊല്ലിയില്ലെങ്കിൽ കുറ്റക്കാരനാവോ? ഇല്ല. ആണ് നിർബന്ധം. വാജിബ് എന്ന് പറയുന്നതും സുന്നത്ത് എന്ന് പറയുന്നതും വ്യത്യാസം അതാണ്. അവസാനിപ്പിക്കണം. ഒരു കാര്യം കൂടി, ഒരു മസലയും കൂടെ ഉണ്ട്. വഹിയ റുക്നുൻ ഫി തശഹുദിൽ അഖീർ. സ്വലാത്ത് ചൊല്ലൽ റുക്നാണ്. റുക്ൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതില്ലെങ്കിൽ അത് ശരിയാവൂല. സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ആ ഇബാദത്ത് ശരിയാവൂല. അങ്ങനത്തെ ഇബാദത്തുണ്ട്. ഏതുപോലെ? ഫി തശഹുദിൽ അഖീർ, അവസാനത്തെ തശഹുദ് പോലെ. നിസ്കാരത്തിൽ സലാം വീട്ടുന്ന തൊട്ടുമ്പോൾ തശഹുദ്, ഇരുത്തം. അവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാതെയാണ് സലാം വീട്ടുന്നെങ്കിൽ ആ തശഹുദിൽ അഖീർ ശരിയാ, നിസ്കാരം ശരിയാവൂല, നിസ്കാരം ശരിയാകൂല. അതേപോലെ ഖുതുബത്തൈ അൽ ജുമുഅ, ജുമുഅയുടെ ഖുതുബ പോലെ. ഒരാൾ മിമ്പർമ കയറി ഖുതുബ കഴിയുന്നതിന് ഇടയിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ഖുതുബയായി പരിഗണിക്കൂല. അത് ഖുതുബയായിട്ട് എന്ത് ചെയ്യില്ല? പരിഗണിക്കപ്പെടുകയില്ല. കമാസൈത്ത്, അത് വിശദമായിട്ട് പിന്നീട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു മസാല വരെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.